ഞാനൊരു 3 സീനിൽ അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ 3 സീനിലും നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ബാലച്ചേട്ടൻ ലുക്ക് വെച്ചല്ല ആണല്ലേ? ആ 3 സീൻ ഇഷ്ടപ്പെട്ട? ആ അല്ല സെറ്റ് ആയിട്ടുണ്ട്, കളറായി. എല്ലാവർക്കും ഒരു ചിരിയുണ്ട്, ഒരു എന്റർടൈൻമെന്റ്. ഓണം വന്നിട്ട് ചിരിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ബഹളത്തോടെ മനസ്സിലായി. പൂജയ്ക്ക് വന്നപ്പോൾ തന്നെ പറയണ്ടായിരുന്നില്ല ഈ പടം ഗംഭീരമായിരിക്കും. അതെ, അത് അങ്ങനെ തന്നെ സംഭവിച്ചു. ഓണത്തിന് ഏറ്റവും നല്ല എന്റർടൈനർ, അതാണ് ഞാൻ പറയുന്നത്. എല്ലാ ടൈപ്പ് ജോണർ ഓഫ് ഫിലിമും ഉദ്ദേശമുണ്ട്. അതിൽ ഫാമിലി ആയിട്ട് ഒന്ന് കാണാവുന്ന കളർഫുൾ എന്റർടൈനറാണ് ബാഡ് ബോയ്സ്. ഈ ബിജുചേട്ടൻ്റെ നായികനെ കുറിച്ച് എന്ന് പറയാനുള്ളത്, എനിക്ക് ഓൾറെഡി എനിക്കറിയാമല്ലോ. കാരണം ആരാധ്യ എന്ന് പറയുന്ന ആളെ എനിക്ക് തോന്നുന്നത് ബോംബ് ഞാൻ ആദ്യമായിട്ട് നായകനായ പടത്തിൽ പ്രയാഗയുടെ കൂടെ വേഷം ചെയ്തതാണ്. എൻ്റെ ഏറ്റവും നല്ല ആ പടത്തിനോടൊരു നല്ലൊരു അഭിനയമോ മുഹൂർത്തം പുള്ളിക്കാരിയായിട്ടാണ്. ആ റിജക്ട് ചെയ്യാൻ ആഗ്രഹിച്ചായിരുന്നു ആരാധ്യയുടെ കൂടെ. പിന്നെ ഞാൻ ജനിച്ച പടം ചെയ്യാൻ പറ്റിയാലും ഭയങ്കര സന്തോഷം. ഇത്രയധികം ആർട്ടിസ്റ്റുകൾ പിന്നെ നല്ല എല്ലാതും വളരെ നല്ല രീതിയിൽ പോയി. അതിനൊന്നും ഭയങ്കര ഹാപ്പിയാണ്. ഓണത്തിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് ചിരിച്ച് ഫാമിലി ആയിട്ട് വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണ് ബാഡ് ബോയ്സ്. ഫ്രണ്ടിലോടെ ഇരിക്കും. എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരോടൊപ്പം കണ്ടിട്ട്? ഒരു ഭയങ്കര സന്തോഷം. എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു. 2 മണിക്കൂർ തോന്നി. ഈ പ്രേക്ഷകരാണ് പറയേണ്ടത്, ഞാനത് പറയുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. അത് രണ്ടുപേരുണ്ട്. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ബാഡ് ബോയ്സ് അപ്പുറത്ത് ഗ്യാങ്സ് ഓഫ് സിനിമകൾക്ക് ഉണ്ട്. അപ്പോൾ ഓണക്കാലത്ത് നമ്മൾ ഏതൊരു കലാകാരൻ്റെ ആഗ്രഹം വരിക എന്നുള്ളത് 2 സിനിമയിൽ ഭാഗമായിട്ട് വരുന്നത് വളരെ സന്തോഷമുണ്ട്. 2നും നല്ല അഭിപ്രായമാണ്. നല്ലൊരു എല്ലാവരും തിയേറ്ററിൽ പോയിട്ട്, അതായത് ഈ ഓണത്തിന് പറ്റിയ പാക്കേജ് ബാഡ് ബോയ്സ് എന്നുള്ള യാതൊരു സംശയമില്ല. അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ പറഞ്ഞ നല്ല ഗിഫ്റ്റ് എനിക്കാണ് തരേണ്ടത്. ഈ പടം ഹിറ്റാക്കി എല്ലാവരും ഗിഫ്റ്റ് പോലെ തരണം. ഇത് എൻ്റെ ബർത്ത്ഡേ ട്രീറ്റ് ആയിട്ടും കരുതണം. ഈ പടം പടത്തിലെ ഒരു സർപ്രൈസ് ഉണ്ട്. അതെന്താണെന്ന് പറയാൻ വേണ്ടി പറയുന്നത്. ഫസ്റ്റ് ഷോ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, നല്ല തിയേറ്റർ, നല്ല റെസ്പോൺസ് ആയിരുന്നു. നല്ല കാര്യങ്ങളായിരുന്നു. എല്ലാവരും ബഹുമാനമുള്ള സൂപ്പർ, എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്തു. ഓഡിയൻസിന്റെ ഒരു ഇത് അറിഞ്ഞിട്ട് ചെയ്തിരിക്കുന്ന മൂവിയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓണം നമ്മളെ തൂക്കി. ഓണം നമ്മളെ തൂക്കി. ഓണം മൊത്തത്തിൽ തൂക്കി. അതെ, ബാഡ് ബോയ്സ് ബഹുമാനിക്ക. നല്ലൊരു ഓണം.